ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഖീർഗംഗ ട്രക്കിങ്ങിന് പോവാണ്. ഖീർഗംഗ ട്രക്കിങ്ങിന് ഒരു പാക്കേജ് പോലെ നമുക്ക് പെർ പേഴ്സൺ 600 രൂപ വെച്ചൊരു പാക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാക്കേജിൽ നമ്മൾ ഖീർഗംഗ ട്രക്ക് ചെയ്യാൻ പോവാം. ഇവിടെ നിൽക്കുന്ന ബാക്കി ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാരാണ്. ഇതിലൊരു പാക്കേജിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇന്ന് ഖീർഗംഗ ക്ലൈംബ് ചെയ്തിട്ട് ടോപ്പിൽ ക്യാമ്പ് ടെൻ്റൊക്കെ ഉണ്ട്. ഫുഡും അവർ വരും. പിറ്റേ ദിവസം നാളെ രാവിലെ നമ്മൾ വീണ്ടും തിരിച്ച് ഇറങ്ങും. എല്ലാവരും അതിനുള്ള റെഡി ആവുക. നല്ല കാപ്പി ചെയ്യുന്നുണ്ട്, നല്ല കട്ടൻ കാപ്പി, വയറൊക്കെ ഒന്ന് ഉറക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രക്കിങ്ങിൽ വെച്ച് കാണാം. सर्विस मिलेगी आपको, नॉर्मल खाना मिलेगा, वेजिटेबल फूड होगा, सब्जी होगी, दाल होगा. അപ്പോൾ ഗൈസ്, നമ്മളുടെ ട്രക്കിംഗ് സ്പോട്ടിലേക്ക് ബേസ് ക്യാമ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എല്ലാവരുടെയും കയ്യിൽ വടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമ്മളപ്പം ആദ്യം ബേസ് ക്യാമ്പിൽ പോവും. അവിടുന്ന് 12 കിലോമീറ്റർ ട്രക്ക്, 6-7 hours. അപ്പം ട്രക്കിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. കൽഗെ ചെല്ലുന്നു ഈ ട്രക്കിംഗ് സ്പോട്ട് വഴി. ഇത് തന്നെ അത്യാവശ്യം സ്റ്റീപ്പാണ്. അത് നമ്മൾ ഖീർഗംഗയുടെ ബേസ് ക്യാമ്പിലേക്ക് പോവും. അവിടുന്ന് തുടങ്ങും. നമ്മുടെ പുറകിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഖീർഗംഗ ട്രക്കിൻ്റെ ഫസ്റ്റ് ചെക്ക് പോയിൻ്റ് കഴിഞ്ഞു. നമ്മളിനി സെക്കൻഡ് ചെക്ക് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം കഥയ്ക്കുന്നൊക്കെ ഉണ്ട്, ബട്ട് കൊള്ളാം. നല്ല ക്ലൈമറ്റ്, നല്ല വ്യൂ, എല്ലാം അടിപൊളി. അടിപൊളി വിഷ്വലാണ്. നമ്മൾ കുറേ നടന്നാലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒന്നും ആയിട്ടില്ല. ഇനി ഒരു 6 മണിക്കൂർ മിനിമം എടുക്കും ഇതിൻ്റെ ടോപ്പെത്താൻ. ടോപ്പിൽ നെഗറ്റീവ് ആയിരിക്കും. സ്ലോ നൈറ്റ്സ്, ലോ ടെമ്പറേച്ചർ, ലോ പ്രഷർ. അങ്ങനെ ബാക്കി കൂടെ ക്ലൈംബ് ചെയ്യാം. അപ്പം ട്രക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ പാലത്തിൽ കൂടെ ഒക്കെ പോയി ഇടിഞ്ഞ് വിളിച്ച് താഴെ വീഴുമെന്നൊരു ഡൗട്ട്, ഒരു വിശ്വാസമില്ല. പക്ഷേ കൊള്ളാം, അടിപൊളി റൂട്ട്. ഇപ്പോൾ ട്രക്കിംഗ് സ്പോട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നോർമലാണ്. നല്ല വിഷ്വൽസ് സൈഡിലെല്ലാം. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് സ്റ്റീപ്പാവുമോ എന്നറിയത്തില്ല. ഇപ്പം എന്തായാലും കാമാണ്. ഇനി എന്തായാലും ഒരു 9-10 കിലോമീറ്റർ ഇനിയും ഉണ്ട്. നമ്മൾ ആകെ 2 കിലോമീറ്ററാണ് നടന്നിട്ടേ ഉള്ളൂ. അപ്പം പൊയ്ക്കൊണ്ടിരിക്കുക, ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുക, കഴിക്കുക, പോവുക. അത് തന്നെ. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് പകുതി ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഇവിടെ ഒരു താഴത്തെ ഒരു മെയിൻ കഫേയുടെ ബ്രാഞ്ചല്ല, ഒരു സെറ്റപ്പ് ഇവിടെ ഫുഡ് വെച്ചിട്ടുണ്ട് ഓൺ ദ വേ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പം ഫ്രൈഡ് റൈസും ബ്രെഡും ഒക്കെ കഴിക്കുക. ഹാഫ് വേ ആയി, അവിടെ റെസ്റ്റ് എടുക്കുക. ഇനിയും ഒരു 6-7 കിലോമീറ്റർ ആണല്ലോടാ? 6 മിനിമം ഉണ്ട്. 6-7 കിലോമീറ്റർ ആണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തും. പിന്നെ എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡ് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് ടേസ്റ്റ് ഇവിടെ കിട്ടില്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. വീട്ടിൽ കഴിക്കുന്ന ഇവിടെ കിട്ടിയാലും ഒരിക്കലും കിട്ടത്തില്ലല്ലോ, അതാണ്. ഷാമിൽ ഭായ് അവിടെ ഉറക്കം തുടങ്ങി തോന്നുന്നു. ഷാമിൽ ഭായ് ഉറക്കാണോ? എന്ത് പറ്റി? സെക്കൻഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ അടുത്ത് കണ്ടിന്യൂ ചെയ്യില്ലേ? എല്ലാവരും കഴിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ട്രെയിൽ കണ്ടിന്യൂ ചെയ്യുക. അത്യാവശ്യം നല്ല സ്റ്റീപ്പ് ക്ലൈമ്പിംഗ് ആയി തുടങ്ങി. നമ്മുടെ കൂടെ ഒരു ഹസ്കിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളി നമ്മുടെ കൂടെ തന്നെ വരുമോ, നമ്മൾ നിൽക്കുമ്പോൾ നിൽക്കുന്നു, നമ്മൾ പോകുമ്പോൾ പോകുന്നു, ഫ്രണ്ടിൽ പോകുന്നു. ഹലോ ഹലോ. പുള്ളി നമ്മളെക്കാളും ഫ്രണ്ടിൽ ഓടി വന്നിട്ട് റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെക്കാളും ഫ്രണ്ട് വീണ്ടും പോകും. നല്ല സോഫ്റ്റ് ഫെറുള്ള ഹസ്കി. ഇനിയും കുറേ ക്ലൈംബ് ചെയ്യാനുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ. നമ്മൾ കുറേ ദൂരം കൂടെ നടന്നു. ഇവിടുത്തെ ട്രെയിൽസൊക്കെ അടിപൊളിയാണ്, നല്ല വെറൈറ്റി ട്രെയിൽസ്. കുറച്ച് ഡേഞ്ചറസുമാണ്, പക്ഷേ കൊള്ളാം. ലൈക്ക് നാരോ സ്പേസസ് ഉണ്ട്. കാലൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ താഴേക്ക് വീഴും. ട്രെയിൽസ് അടിപൊളിയാണ്. നമ്മൾ ഇനിയൊരു 3-4 മണിക്കൂർ എടുക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇടയ്ക്കൊക്കെ നമ്മൾ റെസ്റ്റ് എടുത്താൽ പോകുന്നത്.
പക്ഷെ അടിപൊളി, ഇതുവരെ കൊള്ളാം. ടെമ്പറേച്ചർ ആണെങ്കിൽ ഇതുവരെ വലിയ സീനൊന്നുമില്ല, നോർമൽ ടെമ്പറേച്ചറാണ്. പക്ഷെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും രാത്രി മൈനസ് ആകുമെന്ന് പറയുന്നത്, സ്നോ കാണുമെന്നൊക്കെ പറയുന്നത്. പക്ഷെ വ്യൂ, നമ്മുടെ വ്യൂ ഒരു രക്ഷയില്ല. കിഡ്ലം വ്യൂ എന്ന് വെച്ചാൽ കിഡ്ലം വ്യൂ. ട്രക്കിങ്ങും നല്ല പോസിറ്റീവായി വരുന്നത്, ഗ്രൂപ്പുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു വൈബ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് പകുതി കഴിഞ്ഞു. ഈ പകുതിയുടെ അത്ര ഇല്ല കവർ ചെയ്യാൻ. ഇടയ്ക്ക് വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തി. എല്ലാവരും ഉണ്ട്, പട്ടിസാറും ഉണ്ട്. പട്ടിസാർ എല്ലാവരും വരുന്നുണ്ട്. 1 by 1. മലേഷ്യയിലൊരു ചേട്ടനും പുറകിരിപ്പുണ്ട്. കൊള്ളാം, അടിപൊളി വ്യൂ. ഐസപ്പം ട്രാക്ക് ഓൾമോസ്റ്റ് ചെയ്യാതായി. ഇനിയിപ്പം 3 കിലോമീറ്റർ ടു 4 കിലോമീറ്റർ മാക്സിമം, 3 ഉള്ളൂ. ഇപ്പോഴും അത്ര സ്റ്റീപ്പല്ല, നോർമൽ സ്ലോപ്പൊക്കെ ഉള്ളു. ഇടയ്ക്ക് സ്റ്റീപ്പായിട്ട് വരും, അല്ലാത്ത എല്ലാം നോർമൽ തന്നെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മൾ നടന്നൊരു ബൂട്ട് ക്യാമ്പ് സെറ്റപ്പ് പോലെ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ വരെ എത്തി. ഈ മോഡിലേക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്. ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ ഉണ്ട്. എൻ്റെ അടിപൊളി വ്യൂ ഗൈസ്. അപ്പം നമ്മൾ ഇനി 2 കിലോമീറ്റർ അടുത്താണ്ടേ ഉള്ളൂ, 2 to 3. ഇടയ്ക്ക് വെച്ചൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. അപ്പോൾ ഇതേ ട്രെയിൽ ഇങ്ങനെ പോയി മുകളിലേക്ക്. അപ്പം പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെക്കിങ് ഓൾമോസ്റ്റ് കഴിയാറായി. നല്ല കിഡിലൻ വ്യൂയോടെ. ഈ ഒരു ക്ലൈംബ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു സ്റ്റീപ്പ് ക്ലൈംബും കൂടെ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ഖീർഗംഗ ടോപ്പ് എത്തും. പയ്യെ ഞങ്ങൾ പോകുന്നത് കൊണ്ട് വലിയ മടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, എങ്കിലും അത്യാവശ്യം പാടാണ്. ബട്ട് നമുക്കൊരു സ്റ്റിക്കൊക്കെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, അപ്പം മുകളിലെത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ ഫൈനൽ ക്ലൈംബ് കയറിക്കൊണ്ടിരിക്കുക. ഈ കാണുന്ന ഒരു 400 മീറ്ററോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുകളിലെത്തുന്നത് പറയുന്നത്. വൈകുന്നേരമായി, സന്ധ്യ ഇരുട്ടാറായി, 6 മണിയാവാറായിട്ടുണ്ട്. ഒരു ഫൈനൽ ക്ലൈംബോടെ കഴിഞ്ഞാൽ എല്ലാം എത്തും. ഭയങ്കരമായിട്ട് മടുത്തു. ഓൾമോസ്റ്റ് 10-10:30 തുടങ്ങിയതാണ്. ഇപ്പം എത്രയായി, 8 മണിക്കൂറോളമായി. ടോപ്പിലെത്തി. ആ കാണുന്ന ലൈറ്റ് കണ്ടോ, അവിടെയാണ് നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് മല. ഇരുട്ടായത് കൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. എന്തായാലും നമ്മൾ ക്യാമ്പിലെത്തി. ആ സ്ഥലത്തേക്ക് പോയാൽ മതി. ഇനിയിപ്പോൾ അവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഫുഡും ഒക്കെ കാണും. അതിലൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് നാളെ തിരിച്ച് നേരെ താഴേക്ക്. അടിപൊളി ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. മടുക്കുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം വിഷ്വൽസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ ക്യാമ്പിലെത്തി. ഖീർഗംഗയിലെ ടോപ്പാണിത്. ഇനിയിപ്പോൾ അങ്ങോട്ട് മലകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ക്യാമ്പിംഗ് സ്പോട്ടിലെത്തി. ഇനി ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ചെയ്യും. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ, രക്ഷയില്ല. നമ്മുടെ താഴേന്ന് കണ്ട ഹസ്കിക്കുട്ടൻ കൂടെ ഉണ്ട്. ഹസ്കിക്കുട്ട ഈസിയാ, പക്ഷെ കൊള്ളാം, നല്ല രസം. പക്ഷെ അതേസമയം നല്ല തണുപ്പുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല തണുപ്പുണ്ട്, പക്ഷെ വലിയ സീനില്ലായിരുന്നല്ലേ? പയ്യെ വന്നപ്പോ ട്രക്കിംഗ് വലിയ സീനില്ല. നമ്മൾ 12 കിലോമീറ്റർ നടന്നറിഞ്ഞില്ല. സാമിലോ എന്താ പറയുന്നു? നമ്മൾ 11 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ ആകെ എത്തിയത് നമ്മൾ ടൈം നോക്കുകയാണെങ്കിൽ 6:30 ആവുന്നു. 6:30 ആവുന്നു. കൊറേ ട്രക്ക് ചെയ്തു. പിന്നെ ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ എടുത്താ പോന്നെ. പട്ടിസാർമാര് കുറെ പേരുണ്ടായിരുന്നു കൂടെ ഗൈഡിന്. അപ്പം നമ്മള് ക്യാമ്പ് ഫയർ തുടങ്ങി. ഇപ്പൊ ക്യാമ്പ് ഫയറിൽ ഇരിക്കുക. അത്യാവശ്യം ചൂടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഒരു പട്ടിക്കുട്ടനുണ്ട്. പുള്ളി മടുത്തെന്ന് തോന്നുന്നു. ഫുൾ ട്രക്ക് ചെയ്ത് മടുത്തത്. ഇപ്പം ഇവിടെ വന്ന് ഉറക്കമൂറിലിരിക്കുക. ക്യാമ്പ് ഫയർ കിട്ടിയപ്പോൾ ഒരു സമാധാനം. ഇനിയിപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കിട്ടും. അത് കഴിഞ്ഞ് വല്ല പരിപാടികളോ കാര്യങ്ങളൊക്കെ കാണും. അത് കഴിഞ്ഞ് വന്ന് ഉറങ്ങണം. എനിക്ക് സംഭവം കൊള്ളാം, അടിപൊളി ട്രക്കിങ് ഗൈസ്. അങ്ങനെ ഖീർഗംഗൽ രാവിലെ ആയിട്ടുണ്ട്. രാത്രി നല്ല തണുപ്പായിരുന്നു. ഇതേ ഈ ടെൻറ്റിൽ കിടന്ന് ഞങ്ങൾ ഉറങ്ങിയത്. ഇനിയിപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ പോയി അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇതേ വ്യൂ കണ്ടോ, രക്ഷയില്ലാത്ത വ്യൂ. ഇനി അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഡൗൺ ഹില്ലിൽ പോവുക.
അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കീർഗംഗയോട് ടാറ്റ പറയുക. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രക്കിങ്ങിൽ മുകളിൽ നല്ല ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതേ അവിടെ എല്ലാവരും ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നാളെ ഡൗൺ ഹിൽ ട്രക്കിംഗ് ആണ്. പകുതി എത്തിക്കഴിഞ്ഞ് വേറെ റൂട്ടാണ് അവർ പറയുന്നത്. അപ്പം ലെറ്റ്സ് ഗോ ഡൗൺ ഹിൽ ട്രക്കിംഗ്. ഗൈസ്, അപ്പം കീർഗംഗയിൽ നിന്ന് ഡൗൺ ഹിൽ നമ്മൾ ഓൾമോസ്റ്റ് പകുതി ആയെന്ന് തോന്നുന്നു. നമ്മൾ കയറിയ റൂട്ടല്ല, ഇറങ്ങിയത് വേറെ റൂട്ടാണ്. അവിടെ ബ്രിഡ്ജും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ കീർഗംഗ ട്രക്കിനെ പറ്റി പറയൂ. ഉഷാറ്. കയറുമ്പോൾ ഭയങ്കര സ്റ്റീപ്പ് ആയതുകൊണ്ട് ഇച്ചിരി അവിടെ കയറുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇറങ്ങുമ്പോൾ സൂപ്പർ അല്ലേ? അവിടെ ചെന്നിട്ടുള്ള വ്യൂ സൂപ്പർ അല്ലേ? അടിപൊളി. കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു. എല്ലാം സൂപ്പർ. അപ്പം കണ്ടിന്യൂ ചെയ്യാം. ഡൗൺ ഹിൽ ട്രാക്കിൽ നമ്മൾ കണ്ട കുറച്ച് വിഷ്വൽസ് ആണ്. അതാ ക്യാമറയിൽ കിട്ടുന്നില്ല, മരങ്ങളെ കിട്ടുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അടിപൊളി വിഷ്വൽസും ലേക്കും കാര്യങ്ങളൊക്കെ. തിരിച്ച് വേറെ റൂട്ടാട്ടോ, അടിപൊളി റൂട്ടല്ലേ. തിരിച്ച് നമ്മൾ വേറെ റൂട്ട് പിടിച്ച് നന്നായി. 2 വേയിലും പോകാൻ പറ്റി. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഡൗൺ ഹില്ല് തീരാറായി. ഇനിയിപ്പം ആ കാണുന്ന ഡാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കീർഗംഗ ട്രക്ക് കഴിയും. ഫുൾ വേ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ലൈക്ക് നമുക്ക് ഭയങ്കര പീസ്ഫുൾ കാം വൈബ്, ലൈക്ക് ഭയങ്കര എക്സസൈസ്, എല്ലാ രീതിയിലും അടിപൊളി ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കീർഗംഗ ട്രക്കിംഗ്. മസ്റ്റ് വിസിറ്റ്, മസ്റ്റ് ട്രൈ ആണ്. കാരണം നമുക്ക് ആ ഒരു കോൺഫിഡൻസും ആ ഒരു പീസ്ഫുൾ വൈബും മൈൻഡ് ആകപ്പാടുന്ന റിലാക്സ്ഡ് ആവും. അടിപൊളിയായിരുന്നു. ടെമ്പറേച്ചർ ആണെങ്കിലും മൈനസൊക്കെ പോയി മുകളിൽ, എങ്കിലും അത്യാവശ്യം പുതപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റബിൾ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ്. നമ്മളപ്പം കീർഗംഗയിൽ നിന്ന് ഇറങ്ങി കീർഗംഗ ട്രക്ക് കഴിയുന്ന ആ സമയത്ത് നമ്മൾ എൻഡ് പോയിന്റിലെത്തിയിട്ട് ടോഷും കൂടെ വരാമെന്ന് വെച്ചു. കാരണം ടോഷും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബർഷനിലത്തെ എല്ലാം കവറായി. നമ്മളിത് ഇപ്പോൾ ടോഷിലെത്തിയപ്പോണ്ട് രാത്രിയായി. ബിൽഡിങ്സ് എല്ലാം ദൂരെ കണ്ടല്ലോ, അടിപൊളിയായിട്ട് ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കഫേ കയറി എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ബർഷനിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബീർ ബില്ലിങ്ങിലേക്കൊക്കെയുള്ള യാത്ര തുടങ്ങും. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ടോഷിൽ നിന്ന് ഇറങ്ങുക. ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോഷ് എക്സിറ്റ് ആവും. സോ ടോഷ് ഒരു അടിപൊളി വ്യൂ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബൈ ബൈ ടോഷ്. സോ നമ്മളിനി തിരിച്ച് ബർഷനി പോകുന്നു. അവിടുന്ന് ഡിന്നർ കഴിക്കുന്നു. ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ അടുത്ത ട്രാവൽ തുടങ്ങുക. പ്രോബ്ലി ടു ബീർ ബില്ലിംഗ് ഡയറക്റ്റ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. കിട്ടുന്നതനുസരിച്ച് നമ്മൾ പോകും. സോ ഇതാണ് ടോഷിൻ്റെ ഒരു സൈഡ് വ്യൂ. സോ ബൈ ബൈ ടോഷ്.